ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളപ്പോൾ കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്, വീടൊക്കെ അലങ്കരിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അതേ അപ്പാപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾ കൂടെ ഇരിക്കുന്നത്, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രെഡും ബട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അവർ കൈ പിടിച്ച് തിന്നായിരുന്നു. അപ്പാപ്പം തിന്നണണ്ടപ്പോൾ അവർക്ക് പൂതിയായിട്ട് ഒരു ഡൈനിങ് ടേബിളുമ്പോൾ വെച്ചതാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക എന്താ ഈ പ്ലേറ്റിൽ വെച്ച് കൊടുക്കാത്ത കുട്ടികൾക്ക് എന്ന്. അങ്ങനെ ഞാൻ രാവിലെ കണ്ടത് തന്നെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നതാണ്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. നമ്മൾ ഇന്നലെ രാത്രിയല്ലേ കണ്ടത്. അപ്പോൾ ഇന്ന് രാവിലെ കുട്ടികളെ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര എണ്ണം ബാക്കി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒക്കെ കയ്യെത്തുന്ന സ്ഥലത്താണ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ കുഴപ്പമൊന്നും രാവിലെ ഉണ്ടായില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താവും അവസ്ഥ എന്നറിയില്ല, സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. ജനലുകൾ ഞാൻ പറഞ്ഞു ഇനി തുറക്കാൻ നിൽക്കേണ്ട, സ്വതവേ കൊതുവിൻ്റെ ശല്യമുണ്ട്. എങ്ങനെ ഓൾ ഔട്ടും ഇതൊക്കെ ചെയ്താലും കൊതുവിൻ്റെ ഇതുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് തുറക്കണ്ടെന്ന് പറഞ്ഞ് അവിടെ വെച്ചു. കാരണം ഇതിൻ്റെ ഈ ഇടയിൽ എന്താ പറയുക, ചെന്ന് പെട്ട് ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ കേടാവൂട്ടാം, എന്നാലും നമ്മളുടെ ഒരു ആശ്വാസം. അങ്ങനെ ഒരാൾ മുട്ട പൊളിക്കുന്നു, ഒരാൾ കറി വയ്ക്കുന്നു. അപ്പോൾ ഇന്ന് നൂലപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ നല്ല മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ മുട്ടക്കറിക്കൊക്കെ ഞാൻ കുട്ടികളോട് പറയും നാളികേരപ്പാൽ എടുക്കാൻ നിൽക്കണ്ട, മറ്റേ കോക്കനട്ട് മിൽക്ക് പൗഡർ നമ്മൾ വാങ്ങിച്ചത് നിങ്ങൾക്കറിയാമല്ലോ, അതിൽ നിന്ന്. കാരണം വളരെ കുറച്ചല്ലേ വേണ്ടൂ. അതിന് വേണ്ടിയിട്ട് രാവിലെ എണീറ്റിട്ട് പാല് പിഴിയാനും എടുക്കാനും നിൽക്കണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ തന്നെ പാല് പിഴിഞ്ഞ് അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ, അവർക്കത് എടുത്ത് യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ അവർ ആ പരിപാടികളൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ വേഗം, കഴിഞ്ഞ ആഴ്ച ഫുൾ മഴയല്ലായിരുന്നു. അപ്പോൾ ഞാൻ മഴയത്ത് അങ്ങനെ മെനക്കെട്ട് തുണികൾ തിരുമ്പാൻ നിൽക്കില്ല. കാരണം നമുക്ക് ഒറ്റ വെയിലുണ്ടായി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ അവിടെ ക്ലിപ്പിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. അപ്പോൾ അങ്ങനെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ പാച്ചൂട്ടൻ ഡ്രസ്സ് മാറണം കേട്ടോ. ഇന്നാണ് പാച്ചൂട്ടൻ്റെ ദിവസം. ഇന്നലെ തോമു ട്രാഫിക് പോലീസായ പോലെ ഇന്ന് പാച്ചു സോൾജറാണ് ആവണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഡ്രസ്സ് കൊണ്ടുവന്നപ്പോൾ ഇട്ട് നോക്കിയത്. അപ്പോൾ ഇവിടെ ചാക്കോച്ചൻ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കോക്കോമിലൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ തമിഴ് പാട്ടുകൾ, രജനീകാന്തിൻ്റെ പാട്ടുകൾ, വിജയുടെ പാട്ടുകൾ, ഇപ്പോൾ തോമുവിൻ്റെ അതേ സ്റ്റൈലിലേക്ക് വന്നു തുടങ്ങി കേട്ടോ. ചാക്കോച്ചനും ഇപ്പോൾ തോമുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലെ തൊട്ട് ഈ ഡാൻസ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ചാക്കോച്ചനും. അപ്പോൾ അങ്ങനെ അവിടെ ഒരാൾ സോൾജറായിട്ട് ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് നമ്മൾ മീഷോന്ന് കൊണ്ടുവന്ന് വരുത്തിച്ചതാണ് കേട്ടോ. ബുക്ക് ചെയ്തതാണ്. കറക്റ്റ് സൈസായിരുന്നു. പാച്ചുവിന് കറക്റ്റ് സൈസായിരുന്നു. ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഇപ്പോൾ സാധാരണ അവന് ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്, പക്ഷേ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. തോമുവിന് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ല TSKന്ന് റെൻറ്റിന് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പാച്ചുവിൻ്റെ സൈസിലുണ്ടാവാൻ വഴി ഇല്ല, ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് ഓർഡർ ചെയ്തപ്പോൾ കിട്ടുകയും ചെയ്തു കറക്റ്റ് സൈസിന്. അങ്ങനെ ചാക്കോച്ചനും തോമും രാവിലെ ഇപ്പോൾ കുറച്ച് നേരം നിങ്ങൾക്ക് കണ്ടാലറിയാം, എല്ലാ ദിവസവും കുറേശ്ശെ നേരം രാവിലെ മുറ്റത്തിറങ്ങി ഒന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. കാരണം ചെറിയ വെയിൽ വരുമ്പോഴേക്കും കളിയൊക്കെ കഴിഞ്ഞ് ഇവർ കയറുകയും ചെയ്യില്ല. തോമും പാച്ചും സ്കൂളിലേക്കും പോവും. അപ്പോൾ ആ ഉള്ള സമയം കുറച്ച് നേരം മുറ്റത്തേക്ക് കിടാങ്ങൾ കുറച്ച് ഇളം വെയിൽ കൊള്ളണതും നല്ലതാണെന്ന് പറയും. അങ്ങനെ ചാക്കോച്ചനും ഈ കുട്ടികളുടെ പേര് മുഴുവൻ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിട്ടോ. പ്രത്യേകിച്ച് എനിക്കെല്ലാം ചാക്കോച്ചെന്നാ വരുള്ളൂ. കാരണം ഇവനാണല്ലോ ഫുൾ ടൈം എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇപ്പോൾ പാച്ചുവിനെയും ചാക്കോച്ചാന്ന് വിളിക്കും, തോമൂനും ചാക്കോച്ചാന്ന് വിളിക്കും. ഇപ്പം എല്ലാവരും അങ്ങനെ കേട്ടോ വിളിക്കുക. എനിക്കിന്ന് പതിവില്ലാണ്ട് നേരത്തോടെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പാച്ചുദേ പോകാനായിട്ട് ഉഷാറായി. അപ്പോൾ അവന് ഇന്നലെ തൊട്ട് തന്നെ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ ഐ ആം എ സോൾജർ, ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ, പിന്നെ ഹാൻഡ്സപ്പ്, വെടിവെക്കുക, പിന്നെ അവൻ തന്നെ വെടിവെച്ച് വീഴുക. അങ്ങനെ എന്താ പറയുക, കുട്ടികൾ കളിയാക്കായിരുന്നു. നീ എന്താടാ അമരൻ സിനിമ കണ്ടോടാ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കുക. കാരണം ആ സ്റ്റൈലിലാണ് കേട്ടോ അവന് ഓരോന്ന് കാണിക്കുന്നുണ്ടായിരുന്നത്. എന്തോ അവന് പരിചയമുള്ള ഒരു ഡ്രസ്സും സംഭവമാണ് അവന് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ 2 അമ്മമാരും കൂടിയിട്ട് ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അവൻ്റെ കിട്ടണത് കിട്ടട്ടെ വെച്ചിട്ട്. ഇന്നലെ തോമുവിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല. പക്ഷേ അവിടെ സ്കൂളിൽ ചെന്നിട്ട് സ്കൂളിൽ ചെന്ന് ഇറക്കുമ്പോൾ അപ്പാപ്പൻ്റെ വക അപ്പാപ്പൻ എടുത്തെങ്കിലും അതും മുഴുവൻ അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ
മാം പറഞ്ഞിട്ടെടുത്തപ്പോൾ നല്ല ഭംഗിയിൽ പറ്റിയിട്ടോ. അവൻ ഉഷാർ നല്ല മിടുക്കനായിട്ട് അവൻ പറയുകയും ചെയ്തു. അങ്ങനെ ദേ ചേട്ടന്മാർ പോണ കണ്ടപ്പോൾ പതിയുംപടി അനിയന് സങ്കടം വന്നു തുടങ്ങി, അവനൊന്ന് പോകണം. അപ്പോൾ ഒന്നും നീളുന്നല്ലാണ്ട് വേറെ വലിയ കരച്ചിലും ബഹളമൊന്നുമില്ല കേട്ടോ. പിന്നെ സങ്കടത്തിൽ നോക്കി ടാറ്റ കൊടുക്കില്ല. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഡിവൈൻ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ നമ്മൾക്ക് സെൻഡ് ചെയ്ത് തന്നപ്പോൾ ഞാനത് ഇത് കൂടെ ആഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം നമ്മളിതുപോലെ മോനെ ഇവിടെ കോൺവെൻറ്റ് സ്കൂളിൽ ചേർത്തിയിട്ടുണ്ടായിരുന്നു, മറ്റേ എന്താ പറയുക പ്ലേ സ്കൂളിൽ. അപ്പോൾ ഫാൻസി ഡ്രസ്സിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഡിംപിൾ ആഗ്രഹിച്ച് ഒരു സംഭവം ചെയ്തെങ്കിലും അവനത് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം കൊണ്ടുവന്നപ്പോൾ അത് ഇത്തിരി വെയിറ്റ് കൂടുതൽ. അങ്ങനെ നമ്മുടെ ചാച്ചാ നെഹ്റുവിൻ്റെ ജുബയും ഇതും റോസപ്പൂവും ഒക്കെ വെച്ച് അവൻ സ്റ്റേജിൽ കയറി. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസ്. അന്ന് അവന് ശരിക്കും 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡിംപിളിന് ഇങ്ങനെ. ഡിംപിളിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഡിവൈനടക്കം. കാരണം എന്താ വെച്ചാൽ തോമുവിനെ പോലെ അല്ലല്ലോ നമ്മുടെ പാച്ചു. അപ്പോൾ എല്ലാവർക്കും പാച്ചുവിനെ എപ്പോഴും അവൻ്റെ ഓരോ വളർച്ചയും നമ്മൾ നോക്കി കാണുമായിരുന്നു. അങ്ങനെ ഇന്ന് ആ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക സന്തോഷം കൊണ്ട് കണ്ണ് നിറയാന്ന് പറയില്ലേ. കാരണം ഐ എം എ സോൾജർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മിടുക്കനായിട്ട് പോണ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ട്, അത് ഡിംപിളുടെ കയ്യിലാണ്. ഞാനത് ഓർത്തില്ല, അല്ലെങ്കിൽ ഞാനത് ഇതിൽ ആഡ് ചെയ്തേനെ കേട്ടോ. അങ്ങനെ പിള്ളേർസൊക്കെ പോയതിന് ശേഷം ഞങ്ങളിതാ നൂലപ്പം കഴിക്കാനിരുന്നു. അപ്പോൾ ഇന്ന് ഡിംപിളുടെ വകയാണ് ഇടിയപ്പം. ഡിംപിൾ ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഞാൻ എപ്പോഴും പറയും നല്ല സോഫ്റ്റാണ്, മറ്റേ ഇത് നല്ല സോഫ്റ്റാവും. മുട്ടക്കറിയും മൂപ്പരുടെ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇന്നത്തെ. അപ്പോൾ അങ്ങനെ മുട്ടക്കറിയും ഇതും കഴിച്ച് ഡോണൊക്കെ രാവിലെ നേരത്തോടെ പോയിട്ട് ഡോണും ഡാഡിയും പിള്ളേർസൊക്കെ കഴിച്ചു. ഞങ്ങൾ 3 പേര് ഇതുപോലെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിച്ചു. അതോട് കൂടിയിട്ടാണ് ഞങ്ങൾ ചാക്കോച്ചിനും ഭക്ഷണം കൊടുക്കുക കേട്ടോ. നമ്മളെന്താണോ കഴിക്കുന്നത് അത് കുറേശ്ശെ അവന് കൊടുത്തു തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കണതിന് മുമ്പ് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യായിട്ടിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ തോരിയിട്ടു. അപ്പോൾ അപ്പുറത്ത് ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. പക്ഷേ ഇന്ന് 2 പേർക്കും പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ 2 പേരും പാക്കിങ് സെക്ഷനിലേക്ക് ഇരുന്നു. പിന്നെ ഇന്ന് ഡോണിന് പല്ലെടുക്കാൻ പോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ആ യാത്രയുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്തിരുന്നു. നമ്മുടെ ഡാഡി പുറത്ത് പതിവ് പോലെ പർച്ചേസിങ്ങിനും കാര്യത്തിനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയി. പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഡാഡി എപ്പോഴും രാവിലെയും വൈകിട്ടും 2 നേരം പോകും കേട്ടോ. അങ്ങനെ നമ്മളുടെ ചാക്കോച്ചൻ ഇപ്പം എങ്ങനെയാ വെച്ചാൽ കണ്ടു വലിച്ചിട്ടൊക്കെ കണ്ടു. ഇവനാണ് കേട്ടോ മെയിൻ വലിച്ചിടുന്ന ആൾ. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ എന്നിട്ട് അങ്ങനെ അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഡിവൈൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കുട്ടി അടികളൊക്കെ കിട്ടി തുടങ്ങി. പക്ഷേ കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരേ ഭാഗം കഴിഞ്ഞ് എന്താ പറയുക ക്ലീൻ ചെയ്തപ്പോൾ ഉച്ചയിലത്തേക്ക് എന്ത് വേണം എന്നാലോചിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് ഇപ്പം നമ്മളിങ്ങനെ വെച്ചാൽ രാത്രിയിലൊരു ഫുഡ് ഉച്ചയ്ക്ക് വേറെ ഭക്ഷണമാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഉച്ചയിലത്തെയും ബാക്കിയുണ്ടാവും, രാത്രിയിലത്തേലും ബാക്കിയുണ്ടാവും. അപ്പോൾ ഞങ്ങൾ മാത്രമുള്ള സമയമാണെങ്കിൽ ഞങ്ങളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ ചാക്കോച്ചൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ഉറക്കം വന്നു തുടങ്ങി. ഇവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം രാവിലെ എണീക്കും. എന്നിട്ട് ഈ 10-10:30 ആകുമ്പോഴേക്കും അവനിങ്ങനെ ഉറക്കക്ഷീണം വരും. രാവിലെ എണീക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈനും ഉറക്കം പോവും, ഡോണിനും ഉറക്കം പോവും, തോമുവിൻ്റെ ഉറക്കം പോവും. പക്ഷെ അവനത് കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. അങ്ങനെ ഞാൻ 11:30 ആയപ്പോൾ ചായ വെച്ചു. ഡാഡിക്കുള്ളതും കൂടി വയ്ക്കും. പക്ഷേ ഡാഡി മിക്കവാറും എത്തില്ല. അപ്പം അത് പിന്നെ കുടിക്കും. ഇനി വെക്കണ നേരത്തെ എങ്ങാനും വന്നാൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ് കൂടുതൽ വെക്കും കേട്ടോ. അപ്പോൾ എനിക്കൊരു കൊറിയർ വന്നതാണ്. അപ്പോൾ ഞാനത് നാളെ കാണിക്കാം കേട്ടോ. ഇന്ന് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. കാരണം തിക്ക് തിരക്കിൻ്റെ ഇടയിൽ ഞാനത് മറന്നു. പിന്നെ ആ വന്ന സമയം നമ്മളുടെ പാക്കിങ്ങിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ അതൊന്ന് തുറക്കാനുള്ള ഒരു സമയം സാവകാശം എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് നാളെ കാണിക്കാം. അങ്ങനെ പാച്ചുട്ടൻ ചാക്കോച്ചൻ നിന്ന് ഡാൻസ് തുടങ്ങിയിട്ടോ. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നേരം പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്ന് എന്താ പറയുക അവിടെ നിന്ന് അതൊക്കെ കണ്ട് ഇപ്പോൾ അതിലുള്ള അതേ സ്റ്റെപ്സ് എടുത്ത് കളിക്കലാണ് മൂപ്പരുടെ മെയിൻ പണി കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ ഏകദേശം അറിയാം, മിക്കവാറും എൻ്റെ വീഡിയോസിൽ അധിക ഭാഗം ചാക്കോച്ചനാവും ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും അവൻ്റേതായ കുറേ കൗതുകമുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക എങ്ങനെ വന്നാലും നമുക്കത് എടുക്കാണ്ടിരിക്കാൻ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
പിന്നെ പ്രത്യേകിച്ച് ഞാൻ അവിടെ ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ അവൻ്റെ കളിക്ക് ഇമ്പം കൂടുതലായി, കൊഞ്ചലായി. കണ്ടോ എൻ്റെ മേത്താണ് വന്നിരിക്കുന്നത്. പിന്നെ അതാണ്. അപ്പോൾ ഡിംപിളാന്ന് വെച്ചാൽ എപ്പോഴും അവനെ ഓരോന്ന് പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ അതുപോലെ ഏറ്റ് കാണിക്കും കേട്ടോ. വെള്ളാരം കണ്ണിലുള്ള വെള്ളിമൂങ്ങ കളിക്കും, ഓരോ ഡാൻസിൻ്റെ സ്റ്റെപ്പുകൾ കാണിക്കും. അങ്ങനെ നല്ല രസമാണ് അവൻ്റെ കാര്യങ്ങൾ കണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ എനിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടിരിക്കാനുള്ള നേരമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് മാറ്റി ഞാൻ സ്വസ്ഥമായിട്ട് ഇങ്ങനെ കുട്ടികളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതുകൊണ്ട് തന്നെ ഇവനിപ്പോൾ കൊഞ്ചിയിട്ട് എൻ്റെ മേത്താണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കളിയും ബഹളവും കഴിഞ്ഞ് ഡിവൈൻ അവനെയും കൊണ്ട് ഉറക്കാൻ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് താഴെയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇവിടെ താഴെ ബെഡ്റൂമിൽ കിടക്കും. അല്ല പണികളൊക്കെ കഴിഞ്ഞ സമയമാണെങ്കിൽ ഡിവൈൻ്റെ കൂടെ മുകളിലേക്ക് പോകും. കാരണം അപ്പം മുകളിൽ ഡിവൈന് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഡാൻസ് കഴിഞ്ഞിട്ടില്ല, ഇവിടെ എന്തോ കാര്യമായിട്ടുള്ള ഡാൻസാണ്. അപ്പോൾ അതിലത്തെ സ്റ്റെപ്സാണ് ഈ കിടന്ന് കാണിക്കണത് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല കൗതുകം. അപ്പോൾ സ്കേർട്ട് പിടിച്ച് കളിക്കുന്നതുണ്ടെങ്കിൽ അവൻ ബനിയനെടുത്ത് ഉയർത്തി വെച്ച് കളിക്കും. അങ്ങനെ എന്താ പറയുക, കണ്ടിരിക്കാൻ നല്ല മേളാണ്. അപ്പോൾ വൈകിട്ട് അവന് ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് കളിക്കാൻ പറ്റില്ല, ചേട്ടന്മാരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാകുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് തന്നെ നിന്ന് ഡാൻസ് കളിക്കാനും പാട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ്റെ കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മമാർ രണ്ടുപേരും അവരുടേതായ ജോലികൾക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ എണീറ്റ് കിച്ചണിലേക്ക് കടന്നു കേട്ടോ. കിച്ചണിൽ കിടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ എന്താ പറയുക, എങ്ങനെ വന്നാലും നമ്മളുടേതായ ഒരു നോട്ടം വേണമല്ലോ. അപ്പോൾ കുറച്ച് പപ്പടം വറുക്കാനുണ്ടായിരുന്നു, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും അതെ, ഡാഡി പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്നതോടുകൂടി 2 വീലർമ്മയാണ് രണ്ടാളെയും കൂടി കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, രണ്ടാൾക്കും കൂടിയിട്ട് വണ്ടിയുമ്പോൾ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നും ഈ പറഞ്ഞ പോലെ വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. വെയിലുള്ള ദിവസം ഞങ്ങൾ പറയും, ഡാഡിയും പറയും വെയിലുള്ള ദിവസം 2 വീലർമ്മ കൊണ്ടുവരണ്ടാന്ന്. കാരണം കുട്ടികൾ ഫ്രണ്ടിലല്ലേ നിൽക്കുക, വെയിലിൻ്റെ അടി ഏറ്റിട്ട് വല്ല പനിയൊക്കെ വരണ്ടാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇന്നും അന്തരീക്ഷം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഡാഡിയും പിള്ളേർസും വന്നു. പിള്ളേർസ് ഇതാ കയറിയില്ല, അവരവരുടെ കളി തുടങ്ങി. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ കളികൾ തന്നെ, ശനി ഞായറായില്ലോ. അപ്പം അങ്ങനെ എന്താ പറയുക, അവരുടെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഓരോരുത്തരായിട്ട് വേഗം ഭക്ഷണം കഴിക്കാൻ നിന്നു. കാരണം ഇനി ഇവരെ വിളിച്ചാൽ കിട്ടില്ല, ഇവർ പുറത്തുള്ള കളികളായിരിക്കും. പിന്നെ ഡോണിന് 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാനും അവരുടെ കൂടെ പോയായിരുന്നു കേട്ടോ. ഞാൻ പിന്നീടാണ് പോയത്. ഡോണും ഡിവൈനാണ് ആദ്യം പോയത്, പിന്നീട് ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഭക്ഷണമായിരുന്നത്. അതായത് ലെഫ്റ്റ് ഓവർ ഫുഡാണ് ഇന്നും ഉണ്ടായിരുന്നത്. പരിപ്പ് കറി ഉണ്ടായിരുന്നു, പീച്ചിങ്ങ കറി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കറികളും കൂടിയുള്ള ബാക്കിയുള്ള ഫുഡായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം. അതിൽ കൂടെ കുറച്ച് ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, വളരെ കുട്ടി കുട്ടി സാധനങ്ങൾ മാത്രമാണ് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ നമ്മളുടെ ഇന്നലത്തെ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതും ബാക്കി വെച്ച് അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഡോൺ വന്നു. ഡോൺ കിച്ചണിൽ തന്നെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ മേശപ്പുറത്ത് മുഴുവൻ സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനും പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്, 4-4:30 ആയിട്ടുണ്ട് ഞാൻ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് കിച്ചണിലത്തെ പരിപാടി എല്ലാതും കഴിഞ്ഞു. അപ്പോൾ ഡിംപിൾ രാവിലെ മറ്റേ നൂലപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പീച്ചമ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 4 മണിക്കുള്ളത് കേട്ടോ. അപ്പോൾ അത് അവിടെ സ്റ്റീമറിൽ തന്നെ വെച്ചു. കാരണം നമുക്ക് ആ സമയത്ത് ചൂടാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചു. അങ്ങനെ ഇവർ പോയി, തോമു ഇവിടെ നിന്നു. അപ്പം 3 പിള്ളേർസും ഞങ്ങൾ 3 പേരും. അപ്പം 4-4:30 ആയപ്പോൾ എനിക്ക് ഊബറാണ് ശരിക്കും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഊബർ എന്തോ ഇവിടെ വരെ 2 മിനിറ്റ്സ് കാണിച്ചിട്ട് പിന്നെ ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ എനിക്ക് ഡിംപിൾ മത്തായി ഏട്ടൻ്റെ ഓട്ടോറിക്ഷ, അതായത് നമ്മുടെ ദിലീപും മത്തായി ഏട്ടനുമാണ് 2 പേരും മാറി മാറി എനിക്ക് നമ്മളുടെ വീട്ടിൽ കുട്ടികളെ കൊണ്ടുപോകാനോ എന്തിനെങ്കിലുമൊക്കെ വരിക. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ വരികയാണ് കേട്ടോ ചാക്കോച്ചൻ. അപ്പോൾ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓടി കളിക്കണതാണ്, 3 പേരും കൂടി ഓടി കളിക്കണതാണ്. പക്ഷേ നമുക്ക് പേടിയാവും ഇപ്പോൾ വീഴാവോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീഴുമ്പോഴും മുട്ടൊന്നും പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പണിയാണ് വലിയ ട്രൗസർ ഇടിയിക്കുക എന്നുള്ളത്. അപ്പോൾ വല്ലാണ്ടുള്ള ഒരു ഒരച്ചിലും മാറലും, പിന്നെ അവനും ഈ പറഞ്ഞ പോലെ വല്ലാണ്ട് ഫിറ്റുള്ള ഡ്രസ്സ് ഇടിയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ലൂസുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇടിയിക്കുക. അപ്പോൾ അങ്ങനെ മൂപ്പരുതയിൽ നിന്ന് വട്ടം കറങ്ങുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ അവനോട് പറയും നീയാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. കാരണം ഫുൾ ടൈം എല്ലാവരുടെ അടുത്ത് പോയിട്ട് നിന്ന് ഇങ്ങനെ കൊഞ്ചലാ പണി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, എനിക്ക് അസുഖങ്ങൾ മാറിയിട്ട് നേരെ ഇല്ലടാന്ന് പറയും ഞാൻ. കാരണം അതുപോലെയുള്ള തകൃതിയാണ് കേട്ടോ മൂപ്പർക്ക്.
അങ്ങനെ കുറേ നേരം ഇന്ന് നിൽക്കേണ്ടി വന്നു. കാരണം കുറച്ച് നേരം ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നീടാണ് അവരത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പിന്നത്തേൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോൺ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു, പല്ലെടുക്കൽ കഴിഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മത്തായി ഏട്ടൻ്റെ ഓട്ടോയിൽ നമ്മൾ ഇവിടേക്ക് പോയി. നമ്മൾ പോയത് എവിടെയാണെന്ന് വെച്ചാൽ മറ്റേ ബിഷപ്പ് പാലസ് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇമ്മട്ടീസ് ഡെൻ്റൽ ക്ലിനിക്കിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ മാം ഡോക്ടറുടെ വൈഫാണ് നമ്മുടെ തോമുവിൻ്റെ മാം, റീമോൾ മാം. അപ്പോൾ അവിടേക്കാണ് ഡോൺ പോയിണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ എൻ്റെ ഫുൾ മുമ്പ് വെച്ചിട്ടുള്ള പല്ലുകളായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്ക് ഇത് വായിലൊരു പ്രശ്നം പോലെ തോന്നിയപ്പോൾ ഒന്ന് ഇവരുടെ കൂടെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ കണ്ട് മടങ്ങുകയും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് പോയി. ഈ പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് ബുക്ക് ചെയ്യണ കാരണം വലിയ പ്രശ്നമില്ല, പോയി അങ്ങനെ തന്നെ കണ്ടിറങ്ങി. അപ്പോൾ ഡോണിൻ്റെ പല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ ഡോണിനോട് ഇന്നും നാളെയും സ്റ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും നാളെയും ഫുഡ് കാര്യമായിട്ട് കഴിക്കായിരിക്കും. പിന്നെ നല്ല ഐസ്ക്രീം, നല്ല തണുത്ത സാധനം എപ്പോഴും കഴിച്ച് ഒന്ന് ഓക്കെ ആയിട്ട് നാളെ വൈകിട്ട് തൊട്ട് വല്ലതും കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോരും വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കണം, അത് കഴിഞ്ഞ് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കണം. അപ്പോൾ അതിനൊക്കെ കൂടിയായിട്ട് ഞാനും ഡോണും വണ്ടിയിലിരുന്നുള്ളൂ കേട്ടോ. ഡിവൈൻ ഇറങ്ങി ഇതെല്ലാതും ഓരോ ഷോപ്പുകളിൽ ഇറങ്ങി ഓരോന്ന് വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ ബിസ്മിയിൽ വന്നപ്പോൾ ഞങ്ങൾ ഡോണിന് ജ്യൂസ് ഓൾറെഡി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഡിവൈനും ഒരേ ഗ്ലാസ് കോഫി കുടിച്ച് കുറച്ച് സ്നാക്സും പിന്നെ നാളേക്കുള്ള പത്തിരി വാങ്ങി. അപ്പോൾ നാളെ ശനിയാഴ്ചയല്ലേ, അപ്പോൾ ശനിയാഴ്ച ഞാൻ സ്വതവേ കുട്ടികളോട് പറയും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക, പിള്ളേർസ് എണീറ്റാലും അവർ താഴെ വന്ന് കളിച്ചോട്ടെ, കാരണം ഡാഡീൻ്റെ കൂടെ. പിന്നെ ഡോണും എണീക്കും. ഞാൻ കുറച്ച് വൈകിട്ട് തന്നെ എണീക്കാറ്, എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എണീറ്റ് വരുമ്പോൾ ഞാനും എണീറ്റോളാം, നിങ്ങൾ പറ്റുമെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും ഞാൻ. ശനിയാഴ്ച ദിവസം, ശനി ഞായറല്ലേ അവർക്ക് പറ്റുള്ളൂ. ഞായറാഴ്ച പിന്നെ പള്ളിപ്പോക്കും കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെയും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പത്തിരി വാങ്ങി വെച്ച് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുകയല്ലേ വേണ്ട. അപ്പോൾ അത് ഇപ്പം ഞാനോ അല്ലെങ്കിൽ കുട്ടികളായാലും അത് രാത്രി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ദേ നമ്മൾ ഓട്ടോ ഹബ്ബ് വഴിയാണ് പോയത്. അപ്പോൾ ഡോണിനോട് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം വോയിസ് റെസ്റ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നമ്മളുടെ ചോയ്സിലേക്കാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി, നമ്മൾ ബിസ്മിയിലത്തെ ചപ്പാത്തി ഇവിടെ ഇവർക്ക് ഇഷ്ടം മുഴുവൻ ഈ ചോയ്സിലത്തെ, അതായത് ഈ ചപ്പാത്തി എക്സ്പ്രസ്സിലത്തെ ചപ്പാത്തിന് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചപ്പാത്തി വാങ്ങിക്കുമ്പോൾ അവിടെ നിന്നാണ് വാങ്ങിക്കുക. പ്രത്യേകിച്ച് ആ ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കുന്ന പൂരി ഭയങ്കര ടേസ്റ്റാണ്. കാരണം നേരിയ ചപ്പാത്തിയാണ്. അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ നല്ലോണം പൊളച്ച് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ദേ നമ്മളുടെ ഇത് കണ്ടോ, ഷഷ്ടിയുടെ പലഹാരങ്ങളാണ്. ഇന്നും നാളെയും ഇവിടെ ഷഷ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് നമ്മുടെ ബാക്കിൽ കൂടെ പൂട്ടോ, ഞാൻ രാത്രിയാകുമ്പോൾ കാണിച്ചു തരാം. ഞാൻ വീഡിയോയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, മുഴുവൻ പറ്റിയിട്ടില്ല എന്നാലും. അങ്ങനെ ചോയ്സിൽ ഇറങ്ങി. അപ്പോൾ ചോയ്സ് ശരിക്കും പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ശരിക്കും നല്ല അതിനെങ്ങനെ വെച്ചാൽ അവരുടെ പെരുമാറ്റവും നമ്മൾ ചെല്ലുമ്പോഴുള്ള, നമ്മളെന്നല്ല ആര് കസ്റ്റമേഴ്സിനോടുള്ള അവരുടെ ഡീലിങ്സ്, അത് ഇവിടെ അക്കിയുടെ പോൾച്ചേട്ടനും ഇവിടെ നിന്ന് തന്നെയെല്ലാം വാങ്ങിക്കുക. അപ്പോൾ പോൾച്ചമ്പാപ്പനും പറയും അവർ ചെല്ലുമ്പോഴേക്കുള്ള അവരുടെ ഡീലിങ്സ് കണ്ടാൽ നമുക്ക് 2-3 വട്ടം അവിടേക്ക് തന്നെ പോകാൻ തോന്നും എന്ന് പറയും. അങ്ങനെ ഇപ്പുറത്തുനിന്ന് ചപ്പാത്തിയും അപ്പുറത്തുനിന്ന് നമ്മളുടെ പാലാണ് മുളക് പൊടിയാണ് വാങ്ങിക്കേണ്ടായിരുന്നത്. രണ്ടും വാങ്ങി ഡിവൈൻ ഡേ വന്നു. ഞങ്ങൾ അകത്ത് കയറുമ്പോൾ ഓച്ചും പിള്ളേരും മുറ്റത്തുണ്ട് കേട്ടോ, അപ്പാപ്പനും. അപ്പോൾ പിള്ളേർസിൻ്റെ കളിയായിരുന്നു. ഞാൻ പോകുമ്പോൾ തൊട്ടുള്ള കളിയാണ്. അതായത് ഒരു അരമണിക്കൂറായപ്പോഴേക്കും ഞങ്ങൾ പോയി വന്നു. 1 മണിക്കൂർ കൊണ്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒച്ചും പിള്ളേരുടെയും കളിയൊക്കെ കഴിഞ്ഞ് അവരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോൾ വരുന്നവർക്കറിയാലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി ചായ വെച്ച്, ഞങ്ങളുടെ എൻ്റെയും ഡിവൈൻ്റെയും ചായ കൂടി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓച്ചു ചായ വെച്ച് ഓച്ചും ഡാഡിയും കഴിച്ചു. നമ്മുടെ പീച്ചമ്പൊടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ തോമു ചോദിക്കുക അപ്പയോട്, എന്താണ് അപ്പയെ, എങ്ങനെയാണ്? അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മമ്മി എന്തിനാ പോണേ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പയുടെ പല്ലെടുത്തിട്ട് ചോര വരുന്നുണ്ട്, അപ്പ കരയുന്നുണ്ട്. അപ്പോൾ അപ്പന്മാർ കരയുമ്പോൾ, അല്ല മക്കൾ കരയുമ്പോൾ അമ്മമാരല്ലേ കൂടെ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവനാവോ അപ്പം മമ്മി വേഗം ചെല്ലിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ യാത്രയാക്കിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴേക്കും ഇവരിത് നേരം ഇരുട്ടായിട്ടില്ല, എന്നാലും ലൈറ്റൊക്കെ ഇട്ട് കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിമ്പിളൊക്കെ ഒരുക്കി വെച്ച് നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കയറി വന്നതിന് ശേഷമാണ് ഇന്ന് ശരിക്കും പറഞ്ഞ പാക്കിങ് വളരെ എന്താ പറയുക പിന്നാക്കായിരുന്നു. ഉച്ചയ്ക്ക് എല്ലാവർക്കും പോവുക എടുക്കുകയുള്ള കാരണം അങ്ങനെ വലിയ തിരക്കിൽ നിന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ 2 പേരും പറഞ്ഞു ഞങ്ങൾക്കും കുറേ പാക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ എന്താ പറയുക അതിന് വേണ്ടി വിട്ടിട്ട് ഞാൻ പതുക്കെ
കിച്ചണിലേക്ക് കടന്നെങ്കിലും എനിക്കൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഒതുക്കി വെച്ചു. ഡിവൈൻ സോയ കറി വെച്ചു കേട്ടോ. അപ്പോൾ ഡിവൈൻ പറഞ്ഞു രാത്രിയാകുമ്പോൾ കാര്യങ്ങൾ നോക്കിയോളാം. ഉച്ചവരെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഡിവൈൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഡിവൈൻ പറയായിരുന്നു, ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടിച്ചു വാരി തുടയ്ക്കുന്ന ആൾ ഞാനാണ്, അതിനുള്ള അവാർഡ് എനിക്ക് തരണം എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരാൾക്ക് ബിസ്ക്കറ്റ് വേണം, ഒരാൾക്ക് വേറെ എന്തെങ്കിലും വേണം, അത് കൊണ്ടുപോവുക പൊടിച്ചിടുക, അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് ചവിട്ടി അരയ്ക്കുക, അപ്പോൾ താഴ്ത്ത് ഒട്ടി പിടിക്കും. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് അടിച്ചു വാരി ഒന്ന് ഇതായിട്ടാണ് റോബോട്ടിനെ ഇറക്കി വിടുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുഴുവൻ നമുക്ക് ക്ലീൻ ആയില്ല എന്നൊരു തോന്നലാണ്. അപ്പോൾ പിന്നെ വെറുതെ അതിനെയും കുറ്റം പറയേണ്ട. കാരണം ഇവിടെ അകത്ത് അപ്പടി ബിസ്ക്കറ്റ്, ക്രീം ബിസ്ക്കറ്റൊക്കെ കുട്ടികൾ താഴെയിട്ട് ആക്കുമ്പോൾ ക്രീം അവിടെ ഇങ്ങനെ പതിഞ്ഞു പോവുമല്ലോ, അതാണ്. അങ്ങനെ ഞാൻ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ചപ്പാത്തിയും അപ്പോൾ അപ്പനെയും മക്കളെയും നേരത്തോടെ കയറ്റി വിട്ടു. കാരണം ഡോണിന് എന്തായാലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവനുള്ള ജ്യൂസുകളായിട്ടും പിന്നെ ഐസ്ക്രീം വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് അവനെ മുകളിലേക്ക് വിട്ടു, പിള്ളേർസിനെയും കൂടിയിട്ട്. പാച്ചുവിനെ ഇതുപോലെ കുളിപ്പിച്ച് വേഗം കിടത്തി ഉറക്കി. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിച്ച്. ഡിമ്പിളും പാച്ചുവും കിടന്നു. ഞാനും ഡാഡിയും കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക കുറേ വർത്തമാനവും പറഞ്ഞിരുന്ന്. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് പോയപ്പോൾ ഷഷ്ടിയുടെ ലൈറ്റാണ് കേട്ടോ ഫുള്ള്. അതായത് നമ്മളുടെ ഫ്രണ്ടിലത്തെ ഗേറ്റിൽ നിന്ന് കടന്നിറങ്ങി ഇങ്ങനെ തിരിഞ്ഞ് വരുന്നതാണ് ഈ ബാക്ക്. അതിൻ്റെ ഇടയിൽ ആ ഒരു വീടും ആ ഒരു ബിൽഡിങ്ങാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവർക്ക് ഇറച്ചിയൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അവരവരുടെ ഭക്ഷണം കഴിക്കണു. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. വേറെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ എല്ലാവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ട്. അതായത് പല്ലുവേദന, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പാക്കിംഗ് ആയാലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മുമ്പേ ഞാൻ 2 മണി 1 മണി 1:30 ഞങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, 9:10 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിയും. പിന്നെ ഒക്കെ വർക്ക് ഫ്രം ഹോം എന്ന് പറയണ പോലെ എല്ലാവരും അവരവരുടെ ഫോണിലാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് അവരുടെ റൂമിൽ പോയി കുട്ടികളെ കിടത്തി ഉറക്കി അവിടെ കിടന്ന് അവർക്ക് ഉറക്കം വരണ വരെ വരുന്ന കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് അവർക്ക് ആവശ്യമുള്ളത് കാണിച്ചു കൊടുത്ത് ഒക്കെ ഇരിക്കാനുള്ള ഒരു സമയം അവർക്കും കിട്ടുന്നുണ്ട്, എനിക്കും. അതനുസരിച്ച് ഇപ്പോൾ കണ്ടില്ലേ 10:10 എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഇനി അഡ്രസ്സ് ചെയ്ത സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കുറച്ച് നേരം ഒന്ന് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് എൻ്റെ ഹോബി റെസിപ്പികൾ നോക്കുക എന്നുള്ളതാണ്. ഓരോ ഡിഷുകൾ ഇങ്ങനെ നോക്കും. പണ്ട് തൊട്ടേ എൻ്റെ ഒരു വീക്ക്നെസ് അതാണ്. എനിക്കല്ലാണ്ട് കുറേ സീരിയൽ കാണാം, സിനിമ കാണാം, അതൊന്നും അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. പിന്നെയും വേറെ വല്ലതും വായിക്കാൻ താല്പര്യമാണ്. പക്ഷേ ബാക്കിയുള്ളതൊന്നും സിനിമയും സീരിയലൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അങ്ങനെ ഇരുന്ന് മെനക്കെടാറില്ല. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കേൾക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് അറിയാമല്ലോ, ശനിയും ഞായറാണ് നല്ല മേളാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ.